ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ശനിയാഴ്ച, അതായത് 2025 മാർച്ച് 29 മഹാശനിമാറ്റം നടക്കുകയാണ്. 2.5 വർഷത്തോളം ഒരു രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന ശനിഗ്രഹം രാശിമാറ്റത്തിന് തയ്യാറാവുകയാണ്. 2 വർഷമായി കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി 2025 മാർച്ച് 29 മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതോടെ ചിലർക്ക് 7.5 ശനി കഴിയുന്നുണ്ട്, കണ്ടക ശനി കഴിയുന്നുണ്ട്, അഷ്ടമ ശനി ഒഴിവാകുകയും ചെയ്യുന്നുണ്ട്. മറ്റു ചിലർക്കാകട്ടെ ഇതെല്ലാം തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ പല വീഡിയോകളിലൂടെയും കണ്ടു കാണും ആർക്കെല്ലാമാണ് 7.5 ശനി തുടങ്ങുന്നത്, കണ്ടക ശനി തുടങ്ങുന്നത് എന്നെല്ലാം. പക്ഷേ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് 5 രാശിക്കാർക്ക് ഭാഗ്യകാലം തെളിയുവാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ വരുന്ന ശനിയാഴ്ച തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിധികർത്താവെന്നും അതുപോലെ തന്നെ ശിക്ഷകനെന്നും അറിയപ്പെടുന്ന ശനി ഭഗവാൻ വളരെ കാലമായി സ്വന്തം രാശിയായ കുംഭത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ശനി കുംഭം രാശിയിൽ നിന്ന് പുറപ്പെട്ട് വ്യാഴം ഭരിക്കുന്ന മീനരാശിയിലേക്കാണ് പോകുന്നത്. ഈ സുപ്രധാന സമയം എന്ന് പറയുന്നത് മാർച്ച് 29 ശനിയാഴ്ച രാത്രി 10:07 ശനി ഭഗവാൻ കുംഭം രാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് പോകുന്ന ഒരു ദിവസം ഏതാണ് എന്നുകൂടി നോക്കൂ. ശനിയാഴ്ച ദിവസം തന്നെയാണ്. മാത്രമല്ല അന്നേ ദിവസം അമാവാസ്യ തിഥിയും കൂടി ഉണ്ട്. ഏതു രാശിയിലേക്കാണോ ശനി ഭഗവാൻ വരുന്നത് അവർക്കെല്ലാവർക്കും ഇപ്പോൾ തന്നെ വളരെയധികം ഭയമുണ്ടാകും. പക്ഷേ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ശനി ഭഗവാനെ പോലെ കൊടുക്കുന്നതുമില്ല, ശനി ഭഗവാനെ പോലെ കെടുക്കുന്നതുമില്ല എന്ന്. കാരണം നമ്മൾ ന്യായമായ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ശനി ഭഗവാൻ നമുക്ക് കഷ്ടപ്പാടുകൾ തരുമെങ്കിലും ജീവിതത്തിൽ നമുക്ക് വീണ്ടും അതിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിക്കുകയും അതിൽ നിന്നും നമുക്ക് എന്തെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യാം എന്നുള്ളത് കൂടി നമ്മളെ പഠിപ്പിക്കും. കാരണം ഒരു അധ്യാപകൻ എങ്ങനെയാണോ ശിഷ്യരെ പഠിപ്പിക്കുന്നത്, സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമുക്ക് ശനി ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നതും. പക്ഷേ പലരും പേടിക്കാൻ കാരണം എന്തെന്നാൽ അവർ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രശ്നങ്ങളാണ്. ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഓരോ പാഠം അവർ പഠിക്കും. പക്ഷെ വീണ്ടും വീണ്ടും ആ തെറ്റുകൾ തന്നെയാണ് അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും തീർച്ചയായും പേടിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ശനിദശ മാറ്റം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ കാലയളവിൽ ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച രാശിക്കാർ എന്ന് പറയുന്നത് ഇടവം, കർക്കിടകം, തുലാം, വൃശ്ചികം, മകരം കൂറുകാരാണ്. അവർ ജീവിതത്തിൽ പെടാതെ പാടുപെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കഷ്ടപ്പാടുകളുടെ അങ്ങേയറ്റം പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായും കർക്കിടക രാശിക്കാരെയെല്ലാം പറയേണ്ട കാര്യമില്ല. അത്രയേറെ കഷ്ടപ്പാടുകൾ, മരണം മാത്രമേ മുന്നിലുള്ളൂ എന്നുള്ള ആ ഒരു അവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ആരോഗ്യപരമായ പ്രശ്നം, ജോലി പോവുക, സാമ്പത്തിക തടസ്സം, അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും കലഹങ്ങൾ, ഏത് കാരണമാണ് എന്ന് പോലും അറിയില്ല, ഡിപ്രഷൻ സ്റ്റേജ് എന്നിങ്ങനെ അനേകായിരം പ്രശ്നങ്ങളിലൂടെയാണ് ഇവരെല്ലാവരും കടന്നു പോയിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ അവർക്കെല്ലാം തന്നെ സന്തോഷിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 രാശിക്കാർക്കാണ് മഹാഭാഗ്യം തേടിയെത്തുന്നത് എന്ന് പറഞ്ഞു. ആ 5 രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ കാണുവാൻ പോകുന്നത്. ഇത് നമ്മൾ പൊതുവേ പറയുന്ന ഒരു ഫലമാണ്. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ശനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും കൂടി ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷേ നമ്മൾ ഇതുപോലെ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെറിയ ചെറിയ വഴിപാടുകളിലൂടെ എന്തെങ്കിലും ഒരു ദോഷം നമ്മളെ തേടിയെത്തുകയാണെങ്കിൽ അതുപോലും ഇല്ലാതാക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിനാദ്യം നമ്മൾ കാണുവാൻ പോകുന്ന ആ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ 2ാം പാദം, 3ാം പാദം, 4ാം പാദം, മാത്രമല്ല രോഹിണി, മകീരം തുടങ്ങിയവരുടെ 1ാം പാദവും 2ാം പാദവും ഇവർക്ക് ശനി 11 വരുന്നത് കാരണം വളരെ അധികം നല്ലതാണ്. ജീവിതത്തിൽ അവർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാൻ പോകുന്നു. ഇവർക്ക് ധനലാഭം ഉണ്ടാകും. മാത്രമല്ല അവർ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചനം നേടുവാനും, മാത്രമല്ല കൈവിട്ടുപോയി എന്ന് കരുതിയ കാര്യങ്ങളെല്ലാം തിരികെ പിടിക്കാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ അനുഭവിച്ച ഈ വിഷമ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അവരെ വിട്ടുപോയിട്ടുണ്ടാകും. അത് ധനമാണെങ്കിലും ആളുകളുടെ സ്നേഹമാണെങ്കിലും വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കുവാനും എല്ലാം സാധിച്ചിട്ടുണ്ടാകും. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ശനി ഭഗവാൻ ഏതൊരു ജാതകത്തിലുണ്ടോ അവർക്ക് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ സ്വഭാവം മനസ്സിലാക്കും,
മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇടവക്കൂറുകാർക്ക് അവരുടെ ചുറ്റിലുമുള്ളത് ശത്രുക്കൾ ആര്, മിത്രങ്ങൾ ആര് എന്നെല്ലാം തന്നെ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത്, ആരോട് എന്തു കാരണം പറയണം, എന്തു കാര്യങ്ങൾ പറയരുത്, ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നെല്ലാം തന്നെ നമ്മൾ ഈ സമയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ പഠിച്ചെടുത്തിട്ടുണ്ടാകും. തടസ്സപ്പെട്ടു കിടക്കുന്ന വീട് പണിയായിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങളായിക്കോട്ടെ, കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടമാകട്ടെ, എല്ലാം മാറിക്കഴിഞ്ഞു. ഇനിയൊന്ന് നെടുശ്വാസം വിടുക. ഇത്രയും നാൾ നമ്മൾ അത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചതല്ലേ. ഇനിയൊന്ന് സമാധാനപ്പെടേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ശനി ഭഗവാൻ നേർഗതിയിലായ 2024 നവംബർ 15 മുതൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ വരുന്ന 29 കഴിഞ്ഞാൽ വരുന്ന 2.5 വർഷക്കാലം ധാരാളം സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. ലാഭസ്ഥാനമാണ് വരുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു കാര്യം എടുത്താലും അതെല്ലാം വിജയത്തിലേക്ക് വരും. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. വിവാഹ തടസ്സമുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയായി കിട്ടും. ആഗ്രഹിച്ച വ്യക്തികളെ വിവാഹം കഴിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതുപോലുള്ള വീട് പണി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇതുവരെ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും കഷ്ടതകളും എല്ലാം തന്നെ മാറിക്കിട്ടും. മാത്രമല്ല, തൊഴിലിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എത്ര തന്നെ കഠിനമായിട്ട് പ്രയത്നിച്ചാലും നമുക്ക് അതിന് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെല്ലാം തന്നെ ആ വിഷമം മാറ്റിയെടുക്കുക. കാരണം ഇനി നമ്മുടെ സമയമാണ് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. നിങ്ങളുടെ കുലദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ജീവിതത്തിൽ ഉയർച്ച മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ഭാഗ്യം തേടി വരുന്ന ആ രാശിക്കാർ ആരാണ് എന്ന് കാണാം. കർക്കിടകക്കൂറുകാർ. പുണർദം 4-ാം പാദം, പൂയം, ആയില്യം. കർക്കിടക്കൂറുകാർക്ക് ശനി 9-ലാണ് വരുന്നത്. ഭാഗ്യസ്ഥാനത്ത് വരുന്ന ശനി ഇവർ അനുഭവിച്ചു വരുന്ന ദോഷ ദുരിതങ്ങൾക്ക് ശമനം നൽകും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ജൂൺ മുതൽക്ക് നവംബർ വരെയുള്ള മാസങ്ങളിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ശ്രദ്ധിക്കാതെ വിടരുത്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വയറ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് വരുവാൻ പോകുന്നത്. അതുകാരണം തന്നെ അത് ഗ്യാസാണ്, അതാണ്, ഇതാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ വീട്ടുവൈദ്യം ചെയ്യാതെ അത് ഡോക്ടറെ അടുത്ത് കാണിക്കേണ്ടതാണ്. പിന്നീട് ഇവർക്ക് വരുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തും. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഈ കർക്കിടകക്കൂറുകാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വന്നത് ശനി ഭഗവാന്റെ ദോഷമാണല്ലോ. ആ സമയത്ത് നല്ല ശമ്പളം വാങ്ങിയ ജോലി പോലും ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സമയം കൂടിയായിരുന്നു. ഇപ്പോൾ ആ ജോലി കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ ആ ജോലിയിലേക്ക് തന്നെ തിരികെ വിളിക്കുവാൻ സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ആ ജോലിയേക്കാൾ വരുമാനമുള്ള ജോലി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. അഭീഷ്ടസിദ്ധി ഉണ്ടാകും. ധനധാന്യ യോഗമുണ്ടാകും. പുതിയതായിട്ട് ഭൂമി വാങ്ങിക്കും. അതുപോലെ തന്നെ സ്വന്തമായി വീട് അവർക്ക് കിട്ടും. പുതിയതായിട്ടുള്ള വാഹനം, അവർ ഇത്രയും നാൾ ആഗ്രഹിച്ച വാഹനം കിട്ടും. അതുപോലെ തന്നെ ശനി നേർഗതിയിലായ 2024 നവംബർ 15 മുതൽ തന്നെ നല്ല സമയം തുടങ്ങിയിരിക്കുകയാണെങ്കിലും ഈ വരുന്ന 29-ന് ശേഷം അവർക്ക് ജീവിതത്തിൽ വളരെയധികം നന്മകളാണ് വന്നു ചേരുന്നത്. അയ്യപ്പ ഭഗവാനെയും അതുപോലെ തന്നെ നമ്മുടെ നാരായണ സ്വാമിയെയും മുറുകെ പിടിക്കുക. ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമതായി നമ്മൾ കാണുവാൻ പോകുന്നത് തുലാം രാശിക്കാരെയാണ്. ചിത്തിര 3, 4, ചോതി, വിശാഖം 1, 2, 3 എന്നിവർക്കെല്ലാം തന്നെ നല്ല സമയമാണ്. ശനി ഇതുവരെ ഇവർക്ക് 5-ാം ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 6-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞ് നടന്ന വ്യക്തികളെല്ലാം തന്നെ ശത്രുക്കളായി മാറിയ ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞു പോയ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ജീവിതത്തിലെ പരാജയം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് പോലും കണ്ടു കഴിഞ്ഞു. ഏത് കാര്യങ്ങളെടുത്താലും നഷ്ടമായിരുന്നു. തൊഴിലാണെങ്കിലും ജീവിതമാണെങ്കിലും പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നം. തൊട്ടതെല്ലാം പ്രശ്നത്തിലേക്കാണ്. ഏതു കാര്യത്തിലും വിജയമുണ്ടായിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പോലും പേടിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ തുലാം രാശിക്കാർക്ക് ഇപ്പോൾ ആരെ കണ്ടാലും ഒരു പേടിയാണ്. കാരണം അനുഭവങ്ങൾ കൊടുത്ത ഒരു പാഠമാണ് അവർക്കത്. ഈ വരുന്ന 29-ാം തീയതിയോടുകൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച തുടങ്ങുകയായി. നിങ്ങളുടെ രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും. ആഗ്രഹിച്ച
ജോലി കിട്ടും. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിക്കും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടും. മാത്രമല്ല, ജീവിതത്തിൽ ഇനിയാണ് നിങ്ങൾ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത്. കാരണം അത്രയേറെ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. തിങ്കളാഴ്ചകൾ തോറും ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് ധാര, പിൻവിളക്ക് എന്നിവയെല്ലാം വഴിപാടായിട്ട് കഴിപ്പിക്കുക. ഇതെല്ലാം തന്നെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് പോകുവാനുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുവാൻ പോകുന്നത് വൃശ്ചിക രാശിക്കാരുടെ കാര്യത്തെക്കുറിച്ചാണ്. വിശാഖം 4, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് കർമ്മരംഗത്തും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിലും ചെറിയ ചെറിയ ദോഷം ഈ സമയത്ത് ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. മാത്രമല്ല, ആരോഗ്യപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. എങ്കിലും നിങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല. ലാഭവും നഷ്ടവും എന്ന് നമ്മൾ തരംതിരിക്കും. നിങ്ങൾ വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട, എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമുണ്ടാകില്ല. ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരു പകുതി പോലും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. പക്ഷേ വരവ് ചെലവ് കണക്കുകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീണ്ടും വർദ്ധിക്കുവാൻ ഇടവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക, കണ്ടറിഞ്ഞ് പെരുമാറുക. മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിലും മക്കളുടെ വേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഒരുപാട് നാളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം നിറവേറി കിട്ടുവാനുള്ള സമയമായി കഴിഞ്ഞു. അതിൻ്റേതായ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സ്വന്തമായ വീടാണെങ്കിലും വാഹനമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം ഒരുപാട് കാലമായി മനസ്സിൽ കെട്ടിക്കിടക്കുകയാണ് എന്നുണ്ടെങ്കിലും ആ കാര്യമെല്ലാം നിറവേറി കിട്ടുവാനുള്ള സമയമായി. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ വിനായക ഭഗവാനെ തൊഴുത് ഒരു തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് തുടങ്ങുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ അഞ്ചാമതായിട്ട് കാണുവാൻ പോകുന്നത് മകരക്കൂറുകാരാണ്. ഉത്രാടം 2, 3, 4, തിരുവോണം, അവിട്ടം 1, 2 മകരക്കൂറിൽ ജനിച്ചവരെ ധൈര്യവും വീര്യവും വിജയവും ഒരുപോലെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ് ഈ വരുന്നത്. ശനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതം എന്താണെന്ന് പഠിച്ച വ്യക്തികളിൽ പ്രധാനപ്പെട്ട കൂറുകാരാണ് മകരക്കൂറുകാർ എന്ന് പറയുന്നത്. അവരുടെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റിയെടുക്കാം. എങ്ങനെ മാറ്റിയെടുക്കാം, ഇനി അടുത്തത് എന്താണ് സ്റ്റെപ്പ്, ഇത്രയും കാലം അനുഭവിച്ചതുപോലെ ആവരുത് ഇനിയുള്ള ജീവിതം എന്ന് വ്യക്തമായ ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഈ മകരക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എടുക്കുവാൻ പോകുന്ന എല്ലാ തീരുമാനങ്ങളും വിജയത്തിലേക്ക് വരും. മാത്രമല്ല, ഏതൊരു പ്രശ്നം വന്നാലും ഈ വന്ന പ്രശ്നത്തിൻ്റെ എത്ര വരില്ലല്ലോ എന്നുള്ള ആ ഒരു മനോധൈര്യത്തോടു കൂടിയാണ് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ഭദ്രകാളി വഴിപാട് ചെയ്യുക. സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്നാണോ സമയം കിട്ടുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം നടത്തി ദേവിയെ പ്രാർത്ഥിച്ചു വരിക. ധനസമൃദ്ധി, കാർഷിക വൃത്തിയിൽ ആദായ വർധനവ്, ആഗ്രഹ സാഫല്യം എന്നിവ ഇവർക്ക് ഉറപ്പാണ്. മെല്ലെ മെല്ലെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരായ രീതിയിലേക്ക് വരും. മാത്രമല്ല, അത് പെട്ടെന്ന് തന്നെ അവർക്ക് ആ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിൽ വിജയം നേടുവാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 5 കൂറുകാർക്കാണ് ഇനി ഈ വരുന്ന 2025 മാർച്ച് 29 മുതൽക്ക് നല്ല കാലം തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നിരിക്കലും ഞാൻ ഇവിടെ പറഞ്ഞതുപോലുള്ള വഴിപാടുകൾ നിങ്ങൾ നടത്തുവാനായിട്ട് ശ്രമിക്കുക. ശനിദോഷ ദുരിതങ്ങൾക്ക് മികച്ച ഒരു പരിഹാരം എന്ന് പറയുന്നത് ശ്രീ ധർമ്മശാസ്താവിൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും ഗണപതി ഭഗവാന്റെയും പ്രീതി നേടുക എന്നുള്ളതാണ്. ശാസ്താവിന് എള്ളുപായസം സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരിക. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ നീരാജനം സമർപ്പിച്ച് എള്ള് കത്തുന്ന മണം ശ്വസിക്കുക എന്നിവയെല്ലാം തന്നെ നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒന്നാണ്. അപ്പോൾ ശനി ഭഗവാന്റെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠം പഠിക്കുവാനുണ്ടായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത്. ഇനി വരുന്ന കാലത്തിലെങ്കിലും നമ്മുടെ കുടുംബത്തിനും നമുക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമ.